ചെന്നൈ പാസം ക്രിഞ്ച് സീനുകളുടെ അതിപ്രസരം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമകൾക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളാണ് ഇതൊക്കെ. ഒരുപാട് സ്വപ്നങ്ങളുമായി രണ്ട് കൂട്ടുകാരൊരു നഗരത്തിലേക്ക് വരുന്നു. മുരളി, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത് പോലെ നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന രീതിയിൽ വിനീത് തന്റെ പുതിയ സിനിമയുടെ പശ്ചാത്തലവും ചെന്നൈ ആക്കിയത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷത്തിൽ എത്തുമ്പോൾ പ്രണയത്തിനേക്കാൾ സൗഹൃദത്തിനാണ് വിനീത് പ്രാധാന്യം നൽകുന്നത്. 1970കളിൽ തുടങ്ങി ഇന്നത്തെ കാലത്ത് അവസാനിക്കുന്ന സിനിമയിൽ നോൺ ലീനിയർ ആയാണ് വിനീത് കഥ പറയുന്നത്. കണ്ണൂരിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് സിനിമ സ്വപ്നം കണ്ട് മദരാശിക്ക് വണ്ടി കയറുന്ന രണ്ട് സുഹൃത്തുക്കൾ. അവരുടെ ജീവിതത്തിലൂടെ പോകുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ഇടയ്ക്ക് താഴെ പോകുന്ന ആദ്യ പകുതി ഇന്റർവെല്ലിനോട് അടുക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകന്റെ കണ്ണ് നിറയ്ക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന പ്രമേയത്തെ ഇതുവരെ കാണാത്ത രീതിയിൽ വിനീത് അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വരുന്ന ചില കൗണ്ടറുകളും മികച്ചതായിരുന്നു. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ അതുവരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ധ്യാൻ ശ്രീനിവാസനെയും പ്രണവിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് നിവിൻ കടന്നു വരുന്നത്. പിന്നീട് കാണാൻ കഴിഞ്ഞത് കുറെ കാലമായി മിസ് ചെയ്തിരുന്ന എന്റർടൈനറായ നിവിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. തനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില ഐറ്റങ്ങളിൽ നിവിൻ എന്ന പെർഫോമർ വിളയാടുകയായിരുന്നു. കോമഡിയിൽ മാത്രം ഒതുങ്ങാതെ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ കണ്ട ചില എക്സ്പ്രഷനുകളിലൂടെ കാണികളുടെ ഹൃദയത്തിൽ സ്പർശിക്കാനും നിവിന് സാധിച്ചു. പരാജയ ചിത്രങ്ങൾ മാത്രമുള്ള നടൻ, ഇന്റർവ്യൂ സ്റ്റാർ എന്നീ വിശേഷണങ്ങൾ മാത്രം നൽകിയ ധ്യാൻ ശ്രീനിവാസന്റെ വിജയം കൂടിയാണ് ഈ സിനിമ. ഇമോഷണൽ രംഗങ്ങൾ ഇത്ര മികച്ചതായി ചെയ്യാൻ കഴിയുന്ന നടനാണ് താനെന്ന് ഈ സിനിമയിലൂടെ ധ്യാൻ തെളിയിച്ചു. ഹൃദയത്തിന് ശേഷം ചെയ്യുന്ന സിനിമയിൽ മുന്നത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രണവിന് സാധിച്ചു. ഇമോഷണൽ രംഗങ്ങളിൽ പ്രണവിന്റെ കൈയടക്കം ഗംഭീരമായിരുന്നു. പ്രണവ് ധ്യാൻ കോംബോയുടെ സൗഹൃദവും പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. ഇവരോടൊപ്പം പറയേണ്ട മറ്റൊരു പേരാണ് അമൃത് രാംനാഥ്. സിനിമ ഡൗൺ ആവുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ തന്റെ സംഗീതം കൊണ്ട് പ്രേക്ഷകരെ സിനിമയിലേക്ക് വീണ്ടും വലിച്ചിടാൻ അമൃതിന് സാധിച്ചു. എല്ലാ ഗാനങ്ങളും വീണ്ടും കേൾക്കാൻ തോന്നുന്ന തരത്തിലാണ് അമൃത് ഒരുക്കിയിട്ടുള്ളത്. ബേസിൽ ജോസഫ്, അജു വർഗീസ്, ഷാൻ റഹ്മാൻ, നീരജ് മാധവർ എന്നിവർ ചിരിപ്പൂരം തീർത്തപ്പോൾ വൈജി മഹേന്ദ്രയുടെ കഥാപാത്രം മികച്ച ഇമ്പാക്ട് നൽകി. കല്യാണി പ്രിയദർശന് അധികമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നീതാപിള്ളയും മോശമാക്കിയില്ല. 70കളിലെ കോടമ്പാക്കം പുനഃസൃഷ്ടിച്ച നിമേഷും മികച്ച ഫ്രെയിമുകൾ ഒരുക്കിയ വിശ്വജിത്തും സിനിമയെ കൂടുതൽ മനോഹരമാക്കി. ഹൃദയത്തിന് മുകളിൽ നിൽക്കുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രമെന്ന് വർഷങ്ങൾക്ക് ശേഷത്തെ വിശേഷിപ്പിക്കാം.